ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ ബന്ധത്തിൽ, ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടോ, അതോ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണോ? നിയറസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ടല്ല, കുറച്ച് സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് തന്നെ സമീപ ഭാവിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ടോ? പോസിറ്റീവ് ആയിക്കൊള്ളട്ടെ, നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ, എന്താണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ. അതോടൊപ്പം ഈ ഒരു സമയം യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ്, ടൈംലെസ് റീഡിംഗ് കൂടെയാണ്. എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതും ആയിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആകണം എന്നില്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം, അതിലൂടെ നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് കേൾക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. കാരണം നിങ്ങളുടെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് ആ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും വിചാരിക്കുക, അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. അങ്ങനെ വരുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സന്റെ മുഖം മനസ്സിലേക്ക് ഓർക്കണം, അതുപോലെ അവരുടെ പേര് മനസ്സിലേക്ക് ഓർക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തുള്ള നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ, ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ട് വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹെർമിറ്റ് എനർജി, 10 of cups, 7 of pentacles, temperance, 8 of wands, page of pentacles, 10 of pentacles, 8 of pentacles, 5 of cups, death and rebirth, knight of cups, queen of pentacles, 4 of wands, 4 of cups, the chariot, justice, star energy, king of cups, judgment, the lovers, page of swords, bottom of the deck ആയിട്ട് വന്നിരിക്കുന്നത് 3 of wands ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി ലെവൽ എന്താണെന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ കൂടെ ഫാമിലി ഉണ്ടായിരിക്കാം, ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം, എല്ലാവരും ഉണ്ടായിരിക്കാം. ഇപ്പൊ വിവാഹം കഴിഞ്ഞ വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ കുട്ടികൾ ഉണ്ടായിരിക്കില്ല. അപ്പൊ ചിലവരുടെ കേസിൽ അതായത് ചുറ്റിനും നിങ്ങൾക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു സന്യാസകരമായ ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ആരിൽ നിന്നും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷം, കെയറിങ്, സപ്പോർട്ട് ഇതൊന്നും ലഭിക്കുന്നില്ല. ഇനിയിപ്പോൾ ആരൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും അതൊന്നും അല്ല നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ചേർത്ത് നിർത്തൽ, ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കിയിട്ട് ഒരുപാട് കുറ്റബോധം നിങ്ങൾക്ക് തോന്നുന്നു. കുറ്റബോധം എന്ന് പറയുമ്പോൾ എന്തിനാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു പാവം തോന്നുന്ന ഒരു അവസ്ഥ.
അതോടൊപ്പം ചിലവരെ സംബന്ധിച്ചിടത്തോളം സ്വയം വെറുക്കുന്ന situation ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ റിമൂവ് ചെയ്യുക. സ്വയം നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങണം. ഓക്കെ. അപ്പോൾ എല്ലാ രീതിക്കും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച് അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിൽക്കുന്ന എനർജി തന്നെയാണ് നിങ്ങളുടേതായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൊടുത്ത സ്നേഹമൊക്കെ വെറുതെ ആയിപ്പോയോ എന്നൊരു ചിന്ത നിരന്തരമായിട്ട് അലട്ടുന്നുണ്ട്. അതോടൊപ്പം കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവർ ആ ഒരു സ്നേഹവുമായിട്ടൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം നിങ്ങൾ പുറത്തേക്ക് ഒരുപാട് പ്രകടിപ്പിക്കുന്നുമില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അവസ്ഥയാണ് നിങ്ങളുടേത് എന്ന് പറയുന്നത്. കാരണം ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം. മറ്റു ചിലവരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും പറയാനില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തികളില്ല. ഒരു സമാധാനിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾക്കിപ്പോ വേണ്ടത്. നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്ന് പറയുന്ന ഈ ഒരു പേഴ്സന്റെ സാമീപ്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു നീതി ലഭിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഈ ഒരു രീതിക്കാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു എനർജി ലെവലിൽ നിന്നുകൊണ്ടിട്ട് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ വരാൻ പോകുന്ന സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേഴ്സന്റെ നിലപാടിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു തുടങ്ങുന്ന സമയമാണോ, അതോ ഇങ്ങനെ തന്നെയാണോ ഈ ഒരു എനർജി പോകുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഒരു ഹെർമിറ്റ് എനർജി ആണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്താണോ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഈ ഒരു അവസ്ഥ നിങ്ങളുടെ പേഴ്സണിലും ഇതേ അവസ്ഥ റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അവരിലും ആ ഒരു കുറ്റബോധം ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, പ്രവർത്തിച്ചിരിക്കുന്ന കാര്യങ്ങൾ, പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇതിലെല്ലാം സ്വയം അവർക്കൊരു കുറ്റബോധം തോന്നുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധത്തെ, ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്കിവിടെ ഒരു ഫാമിലി കാർഡ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്, കമ്മിറ്റ്മെന്റ് കാർഡ് കാണിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്താനായിട്ട് പോകുന്ന, വിവാഹമൊക്കെ ഉറപ്പിച്ചിട്ട് അതിനു മുമ്പ് കുറേയധികം പ്രശ്നങ്ങളൊക്കെ വന്ന് അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് അടുക്കാനായിട്ട്, വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന വ്യക്തികളായിരുന്നിരിക്കാം. അതിന്റെ ഇടയ്ക്ക് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളെയും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെയും കുറിച്ച് ഓർത്ത് ഒരുപാട് വേദനിക്കുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്നും പറ്റിയിരിക്കുന്ന തെറ്റുകൾക്ക് അവർക്കിപ്പോ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയോ എന്നുള്ള ഒരു ഭയം അവരിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾക്ക് അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾക്ക് ചെറിയ രീതിക്ക് ഒരു മാറ്റങ്ങൾ തുടങ്ങിയിരിക്കുന്ന എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. സൈക്ലിംഗ് എനർജി കാണിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രോസസ്സിംഗ് ആണ്. എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അവർക്കൊരു മാറ്റം വന്നു, അവരെല്ലാ രീതിക്കും നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തു എന്നുള്ളതല്ല, അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ആ ഒരു പ്രോസസ്സിംഗിലേക്ക് അവർ എത്തിയിരിക്കുന്നു. അവരുടെ മനസ്സ് ചിന്തിക്കാൻ, കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതുവരെ അവര് ഇടയ്ക്ക് ആലോചിക്കും, പിന്നെ അത് വിട്ടുകളയും. ചിലവരെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയോ എന്നൊരു ഭയം അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം കൊണ്ടുള്ള തോന്നൽ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരു റീബർത്ത് വേണം എന്നൊരു തോന്നൽ അവരിലേക്ക് വന്നിട്ടുണ്ട്. കാരണം അവർ ആഗ്രഹിക്കുന്നത് മനസ്സുകൊണ്ടിട്ട് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു long term commitment ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിക്കാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലപാടുകൾക്കെല്ലാം മാറ്റങ്ങൾ പോസിറ്റീവ് ആയിട്ട് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലേക്ക് അവർ ഇപ്പോൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ചിന്തിക്കാൻ, ആഴത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടനെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഇവർ ഒരു, നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു എനർജി ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ നിങ്ങളുടെ ഒരു ഫോട്ടോയ്ക്കോ കാര്യങ്ങൾക്കോ പോസ്റ്റുകൾക്കോ ഒരു ലൈക്ക് എങ്കിലും ചെയ്തു തുടങ്ങാനുള്ള സമയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ ഉദ്ദേശിക്കുന്നത് പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സഡൻ ആയിട്ട് വന്ന് നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കുക ആ ഒരു എനർജി അല്ല. കാരണം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടേതായ കുറേയധികം കാഴ്ചപ്പാടുകളുണ്ട്. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആയിരിക്കും നിങ്ങളുടേത്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തത. പുറത്തേക്ക് എല്ലാ ഇമോഷൻസോ കാര്യങ്ങളോ ഒന്നും പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കാം. ഒരുപാട് എക്സ്പ്രസീവ് ആയിരിക്കില്ല ഇവര്. എല്ലാ കാര്യങ്ങൾക്കും പിടിച്ച് പിടിച്ച് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തികളായിരിക്കാം.
അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവരൊരു communication തന്നെയാണ് ആദ്യം ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു risk എടുക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ഇവരിപ്പോ മാറുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. Seven of Pentacles ഒരു നഷ്ടകരമായ അവസ്ഥ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ Five of Cups ഒരുതരം ഡിപ്രഷൻ അവസ്ഥ, പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ അവർ പോയി നിന്ന സ്ഥലത്ത് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമല്ല ലഭിച്ചിരിക്കുന്നത്. യഥാർത്ഥ സ്നേഹമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അത് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടാണ് ഇല്ലാത്ത സ്നേഹത്തിന്റെ പുറകെ, അല്ലെങ്കിൽ ആ ഒരു ഭൗതികപരമായ കാര്യങ്ങളിലേക്ക് attract ആയിട്ട് അവർ പോയിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നല്. അതോടൊപ്പം ഇവിടെ Four of Cups വന്നിട്ടുണ്ട്. ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആരൊക്കെ അവർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും, ഇപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ തന്നെയാണ് നിങ്ങളുടെ person ഇപ്പോ അവരുടെ ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് main ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന കുറ്റബോധം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ person നിങ്ങളുടെ life ൽ നിന്ന് അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ emotion controlling ആണ്. അവരത് പുറത്തേക്ക് ഒരു limit ൽ കൂടുതൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് communication ആയിട്ട് ഞാൻ already പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു like എന്നുള്ള രീതിയിലൊക്കെ വരാൻ സാധ്യത. like എന്ന് ഞാൻ ഒരു example പറഞ്ഞതാണ്. അതായത് അവർ proper communication ന് മുമ്പായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ചെറുതായിട്ട് ചിലപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കുക. ആരെങ്കിലും വഴി നിങ്ങളുടെ ഒരു common friends ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങളെപ്പറ്റി ചെറുതായിട്ടൊന്ന് അന്വേഷിക്കുക. നിങ്ങളത് അറിയും. അവർ നിങ്ങളെക്കുറിച്ച് തിരക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിലേക്കാണ് അവർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അവരുടെ main ഒരു aim ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് relationship ന്റെ കാര്യത്തിൽ rebirth തന്നെയാണ്. ഇപ്പോഴത്തെ situations എല്ലാം പൂർണ്ണമായിട്ടും death ആയിട്ട് അവിടെ നിന്നും ഒരു judgment, justice and judgment ആണ്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കണം എന്നുള്ള രീതിയിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു karma effect തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് ഒഴുക്കി തീർത്ത കണ്ണുനീര്, നിങ്ങൾ ഒരുപാട് വേദനിച്ച് നിങ്ങളുടെ മനസ്സ് തകർന്ന അവസ്ഥയിലേക്ക് കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥന കാര്യങ്ങൾ, ഇപ്പൊ ഹിന്ദുസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വഴിപാടുകൾ, ക്രിസ്ത്യൻസ് ആണ്, എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അതനുസരിച്ച് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയിലൂടെ പോയ വ്യക്തികളായിരിക്കാം. ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗവും വേണമെങ്കിൽ ഈ ഒരു person ന് വേണ്ടിയിട്ട് കരഞ്ഞു തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന്റെ വേദന ഈ ഒരു universe, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെ കണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ person ൽ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ ഒരു നിലപാടിലെ മാറ്റങ്ങൾ. ഇതുവരെ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്ന person ഒന്നും തന്നെ അല്ല അവരുടെ life ൽ, അല്ലെങ്കിൽ ഒരു പ്രാധാന്യവും ഇല്ലാതെ നിങ്ങൾ അവരുടെ life ൽ നിന്ന് പോയാൽ അവർക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ള ഒരു mentality യിലൊക്കെ മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇപ്പൊ അവർ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ life ൽ നിങ്ങൾ എന്ന് പറയുന്ന person ഉണ്ടായിരുന്ന ഒരു value തന്നെയാണ്. അവരുടെ life ന്റെ ഒരു ഭാഗം തന്നെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ അവര് തന്നെയാണ് നിങ്ങൾ എന്നുള്ള രീതിക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. life ന്റെ part എന്നതിനേക്കാൾ കൂടുതലായിട്ട് അവര് തന്നെയാണെന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത തന്നെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം, caring, support, ആ ഒരു genuinity, ഇതെല്ലാം ആ ഒരു person ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ life ലേക്ക് ഉടനെ തന്നെ ആ ഒരു person ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം ഇനി ഒരു രീതിക്കും മറ്റൊരാളിലേക്കും spread ചെയ്ത് പോകാനോ അല്ലെങ്കിൽ പകർത്തി കൊടുക്കാനോ പോലും അവർ ആഗ്രഹിക്കുന്നില്ല. അത് completely നിങ്ങളിലേക്ക് തന്നെ എത്തിക്കണം. കാരണം അതിന്റെ അർഹനായിട്ടുള്ള അല്ലെങ്കിൽ അർഹയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതോടൊപ്പം നിങ്ങളുടെ relationship ന്റെ കാര്യത്തിൽ ഒരു commitment വേണം. ഉടനെ തന്നെ ഒരു celebration കൊണ്ടുവരണം. ഒരു marriage ലേക്കൊക്കെ എത്തി നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ടൊക്കെ മുടങ്ങിപ്പോയ ഒരു relationship ആയിരുന്നു ഇതെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു വിവാഹം നടത്തുക. ഒരു long time ആയിട്ടുള്ള commitment നിങ്ങൾക്ക് നൽകുക. അതുപോലെ ഇവിടെ justice വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള court കേസുകൾ, ഇപ്പോൾ divorce ലേക്കൊക്കെ പോകാനായിട്ട് പോയി നിൽക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു divorce നിങ്ങൾക്ക് വേണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നീതിപൂർവമായിട്ടുള്ള സ്നേഹം തന്നെ നൽകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. hope വെച്ചിട്ടുണ്ട് അവര്. പ്രതീക്ഷയോടുകൂടി തന്നെ ഈ relationship നെ നോക്കിക്കാണുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ person മാറിയിരിക്കുകയാണ്. അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച്, നമുക്കിവിടെ main ആയിട്ട് വന്നിരിക്കുന്ന energy എന്ന് പറയുന്നത് തന്നെ cup energy തന്നെയാണ്. വൈകാരികപരമായിട്ടുള്ള ഒരു ലൗകികമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ person ൽ ചിന്തകൾ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു long distance relationship ആവാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ person എന്ന് പറയുന്ന ഒരു communication ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ അവർ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചിന്തയാണ്. ഒരു കടൽ കടന്നു വരിക, ആ ഒരു energy ആണ്. ഒന്നെങ്കിൽ നിങ്ങളായിരിക്കാം പുറത്തുള്ള വ്യക്തികൾ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person ആയിരിക്കാം. അവർ നിങ്ങളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ person മനസ്സിൽ plan ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ അവരുടേതായ ഒരു ജോലി കാര്യങ്ങളിലേക്കാണ്
കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും അതിന്റേതായ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ആ ഒരു കാര്യങ്ങൾ നിരന്തരമായിട്ട് ഇപ്പോൾ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഒരു ആഴത്തിൽ ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവരത് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ലവേഴ്സ് എനർജി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തോന്നി തുടങ്ങിയിരിക്കുകയാണ്. ഒരു attraction ഒക്കെ തോന്നിയിട്ടുണ്ട്. നിങ്ങളെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റ് കൊണ്ടിട്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇമോഷൻസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സ്വാർത്ഥത, സ്വന്തം ലൈഫിന് അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിനൊക്കെ പ്രാധാന്യം നൽകി നിങ്ങളെ വിട്ടിട്ട് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് കുറ്റബോധം തോന്നി തുടങ്ങിയിരിക്കുന്ന ഈ ഒരു സമയത്ത് അവരെക്കാൾ കൂടുതലായിട്ട് അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. മനസ്സുകൊണ്ട് അത്രത്തോളം നിങ്ങളിലേക്ക് അടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോംപ്രമൈസ് നടത്തണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്ന തെറ്റുകൾ കാര്യങ്ങളെല്ലാം തുറന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാനും അതിലൂടെ നിങ്ങൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഈഗോയിസം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലും ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ചിലവരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിയാലിറ്റി ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം തുറന്ന് തന്നെ സംസാരിച്ചതിന് ശേഷം ഒരു ക്ലാരിറ്റിയിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കുക. ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ആഴത്തിലേക്കുള്ള ഒരു വേരുകൾ ഊന്നിയിട്ട് അതിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുറന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ആയിരിക്കും എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. സാഹസികമാണ് ഈ ഒരു കാര്യം എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം. കാരണം സാഹസികം എന്ന് പറയുമ്പോഴേക്കും ഇവരായിട്ട് ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചു വരിക, അതുപോലെ നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുക, എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് തുറന്നു പറയുക, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് ഇത്രത്തോളം കാത്തിരിപ്പിലാണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അറിഞ്ഞിട്ടുണ്ടായിരിക്കുകയില്ല ചിലവരെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ അറിയുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് നിങ്ങളുടെ മനസ്സ് എന്നില്ല. കാരണം നമ്മൾ already നോക്കിയപ്പോൾ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇമോഷൻസ് ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് കാണിക്കുന്നില്ല. നിങ്ങളുടെ എനർജി ലെവൽ നോക്കിയപ്പോഴേ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർ സാഹസികമായിട്ടാണ് എന്നുള്ളത് ചിന്തിക്കാൻ കാരണം. ഓക്കെ, അപ്പൊ എന്ത് രീതിക്കാണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ ഹീൽ ചെയ്യിക്കണം എന്നുള്ളതും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വേദനയുണ്ട്. അവരായിട്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ തന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് വേദനിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി നിങ്ങളുടെ വ്യക്തി തന്നെയാണല്ലോ. ഇവരും മനസ്സുകൊണ്ട് ഇപ്പോൾ സ്വയം ഒരു ഹീലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഈ ഒരു വേദനകളിലൂടെ ഇവരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഈ ഒരു മനസ്സിൽ ഈ ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറ്റബോധം തോന്നുകയും അതോടൊപ്പം ഇവർക്കും ഒരു വേദന തോന്നുന്നുണ്ട്. എന്ത് റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിനെ നേടണം, പക്ഷെ അതിനു മുമ്പ് സ്വയം ഒന്ന് ഹീൽ ആവുകയും വേണം. അതുകൊണ്ട് തന്നെ സ്വയം തന്നെ സ്വന്തം മനസ്സിനെ മാറ്റിയെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതിലൂടെ ഇമോഷണലി നിങ്ങളുമായിട്ടുള്ള അറ്റാച്ച്ഡ് ആവണം. നിങ്ങൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരസ്പരം തുറന്ന് സംസാരിക്കണം. അവരുടെ മനസ്സിന്റെ ആ ഒരു വാതിൽ എന്ന് പറയുന്നത് എല്ലാ രീതിക്കും നിങ്ങളിലേക്ക് തുറന്നിടാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചർപ്പിച്ചിരിക്കുന്ന ആ ഒരു കാര്യങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുനർജന്മമാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത് ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിലൂടെ നൽകാനായിട്ട് പോകുന്നത് ഒരു പുനർജന്മമാണ്. നിങ്ങൾ ഇതുവരെ വേദനിച്ചിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റങ്ങൾ കൈവന്നതിന് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പരിഹാരം, സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണയുടെ ആ ഒരു കൂട്ട് എന്ന് പറയുന്നത് ഇവിടെ പൊട്ടിത്തെറിക്കുകയാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തു തുടങ്ങിയിരിക്കുന്ന എനർജിയാണ്. അപ്പൊ അവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഇവരുടെ പുറകെ പോയിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യേണ്ട.
കാരണം അവര് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ഇവര്. പക്ഷെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി വേരിയേഷൻസ് പോസിറ്റീവ് എനർജി അവരിലേക്ക് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കും നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി പെട്ടെന്ന് ഈ ഒരു പേഴ്സണിലേക്ക് അട്രാക്ട് ആകുന്നതാണ്. ഓക്കെ, ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് ആണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ സംഭവിച്ചിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു മാറ്റം വന്നിട്ട് നിങ്ങളുടെ വേദനകൾക്കെല്ലാം പരിഹാരമായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹം തന്നെയാണ്. അതോടൊപ്പം ഒരു ട്രാൻസ്പെറൻസി, ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നു. അതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ക്ഷമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ, കാരണം അതാണല്ലോ മെയിൻ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്നത് വളരെ പെട്ടെന്ന് തന്നെ. അപ്പൊ നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ലവ് ആണ് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടെയാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റീസ്റ്റാർട്ടിങ് നിങ്ങളും ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് സമ്മതിച്ചതുകൊണ്ട് തന്നെ തുറന്ന് സമ്മതിച്ചതിന് ശേഷം എല്ലാ രീതിക്കും ഒരു പുതിയ തുടക്കം വേണമെന്നൊക്കെ ആഗ്രഹിച്ച വ്യക്തികളാണെങ്കിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സർപ്രൈസ് ആയിട്ട് തന്നെ കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾക്കിടയിലേക്ക് മേ ബി ഒരു മീഡിയേറ്റർ വരാനുള്ള സാധ്യത ഇവിടെ കാണിക്കുന്നുണ്ട്. മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ അതൊരു വ്യക്തിഗത സാന്നിധ്യം മാത്രമല്ല, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ടെലിപ്പതി കണക്ഷൻ, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് അതേസമയം നിങ്ങളുടെ പേഴ്സണിലേക്കും റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങൾക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് ഈ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സൽ പവർ ഇവിടെ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു യൂണിവേഴ്സൽ പവർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും തിരിച്ചറിയേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു നിന്നുള്ള വ്യക്തി സാന്നിധ്യങ്ങളൊക്കെ ഇവിടത്ത് ഇടപെട്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോടൊക്കെ നിങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്ന പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വിട്ടിട്ട് നിങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാതിരിക്കുക. അത് നിങ്ങൾക്കായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് കൂടെ നിന്ന് കുത്തുന്നവരെന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ വിശ്വസിക്കേണ്ടത് സ്പിരിച്വൽ കണക്ഷനിൽ തന്നെയാണ്, ആ ഒരു പവറിൽ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആ ഒരു ബ്രിഡ്ജ് ആണ് കടന്നു വരാൻ പോകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവാനായിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ കാരണം എന്ന് പറയുന്ന ആ ഒരു ടെലിപ്പതി കണക്ഷൻ ആണ്. നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ലവ് ലാംഗ്വേജ് ഉണ്ട്. ആ ഒരു ലവ് ലാംഗ്വേജിലൂടെ ആയിരിക്കാം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആവുന്നത്. നമ്മൾ ഓൾറെഡി സ്പ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞു, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഒറ്റപ്പെടൽ ഒരു റിഫ്ലക്ഷൻ പോലെ നിങ്ങളുടെ പേഴ്സണും അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള സോൾ കണക്ഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ പെയിൻ അതേ രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന ഒരു റീഡിങ്സിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ ഒരു ബാലൻസിങ് ആണ് കൈവരാൻ പോകുന്നത്. അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. ഒരു മാജിക് പോലെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കും ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടക്കാനായിട്ട് പോകുന്നതും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു ലോ എനർജിയിൽ നിങ്ങൾ പോവാതിരിക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ഒരുപാട് ഇമോഷൻസ് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത വ്യക്തികളാണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. എല്ലാവരോടും എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ കാണിക്കുന്നില്ല. കാരണം അത് നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കൊണ്ടുതരിക.
കാരണം എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി ആ ഒരു രീതിയിലാണ്. നിങ്ങൾ ആരെയൊക്കെ വിശ്വസിച്ചിട്ടാണോ കാര്യങ്ങൾ പറയുന്നത് അവരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ശത്രുക്കളായി മാറും. അതും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങൾക്ക് ശത്രുക്കളാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവും. അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വളരെ വിശ്വാസത്തോടു കൂടി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു റീമീറ്റ് നിങ്ങൾക്ക് നടക്കും. ഒരു റീകൺസിലേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ഒരു പഴയ രീതിയിലുള്ള സ്നേഹബന്ധത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു വരാനായിട്ട് മാറാനായിട്ടും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഗൈഡൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് ഏഞ്ചൽ ഒറാക്കിൾ കാർഡിലൂടെ തന്നെ നോക്കാം. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് choose a new direction, don't stop, if you believe, trust, romance, improving health വന്നിട്ടുണ്ട്. look for a sign. bottom of the deck ആയിട്ട് കിട്ടിയിരിക്കുന്നത് no need to worry ആണ്. അപ്പോൾ ഈ ഒരു സമയം ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ എനർജിയൊക്കെ ആയിട്ട് നിങ്ങൾ ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണോ എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ ആണ്. നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാത്തിലൂടെ അല്ലാതെ മറ്റൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളോടൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത കാര്യങ്ങളും അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ട് ചെയ്യേണ്ട ഒരു സമയമാണിത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കള് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ മൈൻഡ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡയറക്ഷൻ ഒക്കെ മാറ്റി പിടിക്കേണ്ട ഒരു സമയമാണിത്. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഡോണ്ട് സ്റ്റോപ്പ് ആണ്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇഫ് യു ബിലീവ് ആൻഡ് ട്രസ്റ്റ് ആണ്, നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൊമാൻസ് ആണ്. ഈ ഒരു പ്രണയം നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നെത്തുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. ലുക്ക് ഫോർ എ സൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെതായ അടയാളങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൻ്റെതായ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിരന്തരമായിട്ട് യൂണിവേഴ്സൽ നമ്പർ, ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ഈ ഒരു സമയത്ത്. റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ, ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല, റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഏഞ്ചൽ നമ്പേഴ്സ്, അതുപോലെ തന്നെ ബട്ടർഫ്ലൈസ്, ട്വിൻസ്, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സൽ സൈൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു ടൈമിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെയെല്ലാം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. അതോടൊപ്പം ഇംപ്രൂവിങ് ഹെൽത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ നിങ്ങളൊരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക. അവനവനെ തന്നെ നിങ്ങൾ ആദ്യം സ്നേഹിക്കാൻ തുടങ്ങണം. നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു വീക്ക് ആയിട്ടുള്ള ബോഡിയിലേക്കൊന്നും പോവാതിരിക്കുക. പോസിറ്റീവ് ആയിട്ടുള്ള തിങ്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക. നോ നീഡ് ടു പറയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷകരമായ മാറ്റങ്ങൾ കടന്നു വരും. അപ്പൊ പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പോലും നിങ്ങളോട് പറയുന്നത്. വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ കണ്ടുവരും. ഓക്കെ, നമ്മൾ അതും പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ പ്രോസസ്സിംഗ് നടക്കുകയാണ് എന്നുള്ളത്. അതായത് അവരൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജീസ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. പക്ഷെ അത് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റത്തിനുള്ള മുന്നോടിയാണത്. ഓക്കെ, അപ്പൊ അതിലേക്കൊന്നും നെഗറ്റിവിറ്റിയിലേക്ക് നിങ്ങൾ പോകരുത്. അതുകൊണ്ടാണ് ചൂസ് എ ന്യൂ ഡയറക്ഷനും അവിടെ വന്നിരിക്കുന്നത്. പോസിറ്റിവിറ്റി ആണ് മൈൻഡിലേക്ക് ആദ്യം കൊണ്ടുവരേണ്ടത്.
Okay. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപക്ഷെ റെസനേറ്റ് ആകണമെന്നില്ല. അപ്പോൾ റെസനേറ്റ് ആകുന്നവർ നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.